നമസ്കാരം, ഞാൻ പ്രീതി പ്രകാശ് പറക്കാട്ട്. ഏവർക്കും പറക്കാട്ട് ന്യൂ ഫാഷൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട, എത്രയൊക്കെ നമ്മൾ പുരോഗമിച്ചാലും, എത്രയൊക്കെ അഡ്വാൻസ്ഡ് മോഡേൺ ടെക്നോളജീസ് എന്തെല്ലാം വന്നാലും നമ്മൾ മറക്കാത്ത ഒരു സ്പെഷ്യലായിട്ടുള്ള ഓർണമെൻറ്റ് കളക്ഷൻ ഉണ്ട്. അതാണ് നമ്മുടെ പാലയ്ക്ക. പാലയ്ക്ക എന്ന് പറയുമ്പോൾ ട്രഡീഷണൽ പാലയ്ക്ക, ട്രഡീഷണൽ നാഗപടം. ഇതാണ് പാലയ്ക്ക കല്ലിൽ തീർത്തിട്ടുള്ള നാഗപടം എന്ന് പറയുന്നത്. അപ്പോൾ നാഗപടത്തിൻ്റെ ലോക്കറ്റ്. ഇനി പാലക്കയിൽ തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഇത് കണ്ടോ, ഇതാണ് ഒറിജിനൽ പാലയ്ക്ക. എന്താ പറയുക, പാലക്കയുടെ ഷേപ്പ് വരുന്നത്. ഇനി പാലക്കയുടെ ഷേപ്പിൽ തന്നെ ഇത് റെഡ് ഉണ്ട്, ഇത് ബ്ലാക്കാണ് വരുന്നത്. ഇനി ഗ്രീനിൽ വരുന്നുണ്ട്. ഇത് മാംഗോ ഷേപ്പാണെന്നേ ഉള്ളൂ, പാലയ്ക്ക കല്ല് തന്നെയാണ്. ഇനി ഒരുപാട് കളക്ഷൻസ്. ഇത് കണ്ടോ, നമ്മുടെ മോതിരങ്ങളിലാണെങ്കിലും ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട്. ഇനി കമ്മലിൽ വെറൈറ്റീസ് വരുന്നുണ്ട്, ജുംകാസ് വരുന്നുണ്ട്, വളയാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. കണ്ടോ, പാലക്കയുടെ എത്രമാത്രം കളക്ഷനാണെന്ന് നോക്കിയേ, ഏതൊക്കെ കളേഴ്സിലാണെന്നുള്ളത്. ഇതിനകത്ത് ഗ്രീൻ കളറിൽ നാഗപടം വരുന്നുണ്ട്, അതേപോലെ തന്നെ റെഡ് കളറിൽ നാഗപടം കൊമ്പ് സ്റ്റോണിൽ വരുന്നുണ്ട്, പാലയ്ക്ക വരുന്നുണ്ട്. അതേപോലെ തന്നെ വീതിയുള്ള ബാങ്കിളിലും നമ്മൾക്ക് പാലയ്ക്കയുടെ ഒരുപാട് കളക്ഷൻസ്, നാഗപടത്തിൻ്റെ കളക്ഷൻസ് കണ്ടോ. റെഡ് പാലയ്ക്ക ഒരുപാട് കളക്ഷൻസ്. പുതിയൊരു വേർഷൻ അല്പം ഒത്തിരിയൊക്കെ വെച്ചിട്ട് സ്പെഷ്യലായിട്ടുള്ളൊരു കളക്ഷൻ ഉണ്ട്. പിന്നെ ബ്ലൂ ഷെയ്ഡിൽ എക്സ്ക്ലൂസീവായിട്ട് അല്പം വീതിയുള്ള പാറ്റേൺസ്, ബ്ലാക്ക് കളറ് പാലയ്ക്ക നാഗപടം ബ്ലാക്ക് ഷെയ്ഡ്. പിന്നെ നമ്മുടെ ഫിറോസി ബ്ലൂവിൽ വരുന്ന ഷെയ്ഡ്. ഇനി ഇത് കൂടാതെ ശരിക്കും പറഞ്ഞാൽ പാലയ്ക്ക എന്ന് പറയുമ്പം നമ്മളുടെ പരമ്പരാഗത തട്ടാന്മാർ, അതായത് ഗോൾഡ് സ്മിത്ത് വർക്കേഴ്സ്, അവർ കൈകൊണ്ട് പണിതെടുക്കുന്നതാണ്. നമ്മൾക്കിപ്പോൾ ബോംബെ, കൽക്കത്ത എല്ലാം വരുന്ന ഒരുപാട് കളക്ഷൻസ് ഉണ്ടെങ്കിലും ഇതൊന്നും നമുക്ക് കേരളത്തിൻ്റെ ട്രഡീഷണൽ തനതായ ഈ ഓർണമെൻറ്റ്സ് ഒന്നും നമ്മൾക്ക് ഗോൾഡിനും പിന്നെ ഇതേ പെർഫെക്ഷനിൽ കിട്ടണമെങ്കിൽ അത് പറക്കാട്ട് ജുവൽസിൻ്റെ 24 ക്യാരറ്റ് പ്യൂർ ഗോൾഡ് ലെയർ ചെയ്തിട്ടുള്ള പറക്കാട്ട് ജുവൽസിൻ്റെ എല്ലാ ഷോറൂംസിലും ലഭ്യമാണ്. അപ്പോൾ നമുക്ക് കുറച്ച് പാലക്കയുടെ സ്പെഷ്യൽ കളക്ഷൻ നെക്ലേസുകളും കൂടെ കാണാം. ഇത് കണ്ടോ, ഒരു അടിപൊളിയായിട്ടുള്ള കൊമ്പ് ഷേപ്പിൽ വരുന്ന, മുകളിൽ പന്ന വർക്കൊക്കെ ചെയ്തിട്ടുള്ള ട്രഡീഷണൽ. ഇതൊക്കെ നമ്മളുടെ സ്പെഷ്യലായിട്ടുള്ള ഗോൾഡ് സ്മിത്ത് വർക്കേഴ്സിൻ്റെ ഹാൻഡ് വർക്കാണ്. ഇത് കണ്ടോ, ഇതിൻ്റെ ഒരു വർക്കിൽ തന്നെ ഒരു ഡിഫറൻസ് ഉണ്ട്. അതിൻ്റെ നല്ല കല്ലുകളും ഒക്കെ വെച്ചിട്ട് വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു നാഗപട നെക്ലേസ്. ഇനി സിമ്പിളായിട്ടുള്ള നാഗപടത്തിൻ്റെ നെക്ലേസുകൾ, റെഡ് കളർ മാംഗോ അല്ല, പാലയ്ക്ക ഷേപ്പിൽ വരുന്നത്. ഇത് പന്ന വർക്ക് വെച്ചിട്ടുള്ള ഒരു ട്രഡീഷണൽ നൂലിൽ കോർത്തിട്ടെന്ന് പറയുന്ന രീതിയിലുള്ള ഒരു വർക്കാണ് വരുന്നത്. ഇത് കണ്ടോ, ഇതും ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള പാലക്കയുടെ വർക്ക് വരുന്നതാണ്. ഇതിനെല്ലാം ചേരുന്ന രീതിയിൽ ജിംകാസ് വരുന്നുണ്ട്. കണ്ടോ, ഒരു ഫിറോസി ബ്ലൂവിൽ ചെയ്തിരിക്കുന്ന നെക്ലേസ്. പാലക്കയുടെ ഒരു ഹെവി ആയിട്ടുള്ള ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന നെക്ലേസ്. ഇനി ഒരുപാട് റെഡിൽ തന്നെ ഒരുപാട് കളക്ഷൻസ്. ഇനി പെൻഡൻറ്റ് മാത്രമായിട്ട് വരുന്നുണ്ട്. ഇത് കണ്ടോ, പെൻഡൻറ്റ് മാത്രമായിട്ട്. ഇത് ബ്ലാക്ക് കളറ് പാലയ്ക്ക വെച്ചിട്ടുള്ള പെൻഡൻറ്റ്. ഇനി ഇവിടെയൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, പല വലുപ്പത്തിലും ഷേപ്പിലും ഒക്കെ വരുന്ന ഒരുപാട് പാലയ്ക്കയുടെ കളക്ഷൻസ്. ഇത് കണ്ടോ, ഇത് ഓർഡിനറി ആയിട്ടുള്ള പാലയ്ക്ക നെക്ലേസാണ്. അങ്ങനെ ഇതൊക്കെ നമ്മൾ ഗോൾഡിൽ എടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാം മേക്കിംഗ് ചാർജ് എന്ന് പറയുന്ന ഒരു മിനിമം 25 to 30% നമുക്ക് വരും. അപ്പോൾ ഇത്രയും ഉയർന്നു നിൽക്കുന്ന ഈ ഒരു ഗോൾഡ് റേറ്റിൻ്റെ ഒരു സാഹചര്യത്തിൽ നമ്മൾക്ക് ഡെഫിനറ്റായിട്ട് പാലക്കയിൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ കല്ലൊക്കെ പോയി കഴിയുമ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്താലും ഗോൾഡിന് പർച്ചേസ് ചെയ്തിട്ട് തിരികെ കൊടുക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒന്നും കിട്ടാനില്ല. കാരണം ഇതിൻ്റെ പുറകിലെല്ലാം ഒരു ചെറിയ
സിൽവറിൻ്റെ പേപ്പറൊക്കെ വെച്ചിട്ട് അതിൻ്റെയൊക്കെ വെയിറ്റ് എല്ലാം നമുക്ക് ചിലപ്പോൾ ഇത് ഗോൾഡിൻ്റെ കൂടെ കയറി വരും. പിന്നെ നിറയെ സ്റ്റോൺ വർക്കും വരുമല്ലോ, അപ്പോൾ ആ സ്റ്റോണിൻ്റെ എല്ലാം വെയിറ്റ് ഇതൊന്നും അപ്രോക്സിമേറ്റ് കറക്റ്റ് നമുക്ക് അറിയാൻ പറ്റില്ല, ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ വാങ്ങുമ്പോൾ നമ്മൾ ഒരുപാട് മേക്കിംഗ് ചാർജും എല്ലാം കൊടുത്തിട്ട് വാങ്ങിയാലും തിരികെ കൊടുക്കുന്ന അവസരത്തിൽ നമുക്ക് ഒന്നും തന്നെ കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ നമ്മൾക്ക് ഇതിനെല്ലാം ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് പറക്കാട് ജുവൽസിൻ്റെ 24 ക്യാരറ്റ് പ്യുവർ ഗോൾഡ് ലെയേർഡ് ആയിട്ടുള്ള പാലക്ക കളക്ഷൻസാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾക്ക് വീണ്ടും പുതിയ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡ്.